ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ഇറങ്ങി ഇപ്പം നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വന്നപ്പോൾ നമ്മൾ 2-3 പേരായിട്ട് വന്ന ആൾക്കാർ പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരു കുഞ്ഞു ബേബിയും കൂടി ഉണ്ട്. ഭയങ്കര സന്തോഷം. ഇപ്പോൾ സുധയുടെ വീട്ടിലേക്കാണ് നേരെ പോകുന്നത്, അവിടെയുള്ള ശ്രുതി. അപ്പോൾ നമുക്ക് നേരെ സുധയുടെ വീട്ടിൽ പോയിട്ട് അവിടെ തക്കുവൊക്കെ ഉണ്ട്, അവിടെ എന്ത് സർപ്രൈസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അത് നേരെ അങ്ങോട്ടേക്ക് പോവാം. വണ്ടിക്കാണ് വന്നേക്കണം, നമ്മുടെ വണ്ടിക്കല്ല വന്നേക്കണത്, ഇതിലാ കയറാൻ പറ്റുള്ളല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ബായ് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ, ഇനി കരച്ചിലും ബഹളമൊക്കെ ഇനി വീട്ടിലായിരിക്കും. ഇനി വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക, ഇനിയും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇനി ബാക്കി നമുക്ക് വീട്ടിലെത്തിയിട്ടാണ്. നടക്കിയിരുന്ന് ഓടിയിരുന്ന് അവിടെ നിന്ന് ഓടിയിരുന്ന് വഴിയിൽ നിൽക്കുകയാണ്. പോട്ടെ എന്നാൽ, എന്നിട്ട് ബാക്കി വിശേഷങ്ങളാണ് പോയിട്ട്. വയറ് നല്ലപോലെ വീർക്കണം. അകത്തോട്ടെടുത്ത് 5 സെക്കൻഡ് ജസ്റ്റാണ്. അവർ ഈ ഒരു കൈ ഇവിടെ വെച്ച് ഒരു കൈ അങ്ങനെയല്ലേ പഠിക്കുന്നത്. അത് പഠിക്കാൻ എളുപ്പം. ഒത്തിരി സ്ട്രെയിൻ എടുക്കണം. സ്ട്രെയിൻ എടുക്കാതെ തന്നെ വയറിനകത്ത് നമ്മൾ ചുമ്മാ വീട്ടിൽ കേട്ടോ. ഓക്കെ, പ്രാക്ടീസ് ചെയ്തത് 10 പ്രാവശ്യം ഒരു ദിവസം 100 പ്രാവശ്യം ചെയ്യും. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, വയറിപ്പൊന്നും വേണം, തുണിയോ ബെൽറ്റോ ഇട്ട് വയറ് കെട്ടുണ്ടോ, മസിൽ സ്ട്രോങ് ആകണ എക്സസൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ പണ്ടത്തെ അനുസരിച്ചുള്ള നമ്മുടെ ലേഖയും കഷായം സൂപ്പ് ഇതൊന്നും ആവശ്യമില്ല. അന്നത്തെ ലൈഫ് സ്റ്റൈലല്ല നമ്മുടെ. അയണും കാൽസ്യം ഒക്കെ ഇഷ്ടം പോലെ കഴിക്കും. അതുകൊണ്ട് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ഗുളിയാണെങ്കിലും അന്ന് പെയിൻ കില്ലർ ഇല്ലാഞ്ഞപ്പോഴാണ് ഈ ചൂടുവെള്ളത്തിലെ ഗുളിയൊക്കെ വന്നത്. ഇപ്പം ചെയ്യേണ്ടത് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ജസ്റ്റ് സ്കിന്നൊക്കെ നല്ലതാക്കാനുള്ള എണ്ണയോ എന്താണെന്ന് വെച്ചാൽ പറ്റി സുഖമുള്ള ഒരു ചൂടി വയ്ക്കാം. അത്രയോ. ഓക്കെ, വണ്ണം വെക്കരുത്, അതാണ് മെയിൻ തിങ്. ഡെലിവറി കഴിഞ്ഞാൽ വണ്ണം വെച്ച് പോകാം. ആയുർവേദമൊക്കെ വേണ്ടതുണ്ട്. പണ്ടത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു? കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ അന്ന് പെണ്ണുങ്ങൾക്ക് ഒത്തിരി ജോലികളുണ്ടായിരുന്നു. എന്തോ വെള്ളം കോരുക, വിറക് കീറുക, എന്നിട്ട് കുക്ക് ചെയ്തിട്ട് ഏറ്റവും നല്ലത് ആണുങ്ങൾക്ക് കൊടുത്തിട്ട് മിച്ചം വരുന്ന പെണ്ണുങ്ങൾ കഴിച്ചിരുന്നു. അപ്പോൾ അന്ന് അവരുടെ ന്യൂട്രീഷൻ വളരെ പുവറായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ഇതൊന്നും ഇല്ല, അപ്പോൾ അയൺ ഇല്ല, കാൽഷ്യം ഇല്ല, ഒന്നുമില്ല, സപ്ലിമെൻറ്റ്സ് ഇല്ല. പിന്നെ നോർമൽ പ്രസവിക്കണമെന്നും പറഞ്ഞ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ചെറിയ ജോലി കൊടുത്ത് ഇങ്ങനെ കൂടുതൽ കുമ്പിടിച്ച് മുറ്റം അടിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഡെലിവറി അന്നൊക്കെ വീട്ടിലായിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ അന്ന് പെയിൻ കില്ലറും എല്ലാം ഉണ്ടോ, പാരസെറ്റമോളും ഇതൊന്നും ഇല്ല. അപ്പോൾ അവർക്കൊരു സുഖത്തിന് ഇത് കഴിയുമ്പോൾ ആ വേദുകുളി മരുന്നുകളെല്ലാം ഇട്ട വെള്ളത്തിൽ കുളിക്കുമ്പോൾ നല്ലൊരു സുഖം വരും. അപ്പം അത് അന്നത്തെ സിസ്റ്റം ഇന്ന് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഹലോ, എന്താണ് സുഖമാണോ? ഒരാള് നോക്കി സുഖമായിട്ട് സുഖനിദ്രയിലാണ്ട് ആള് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് അതിന് മുന്നൊരു വീഡിയോ കൂടി ഉണ്ട്. ഇതിന്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പല വീഡിയോകളും എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം ഉറക്കമില്ലാത്ത രാത്രികൾ. അതെ, ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, സത്യം പറയാലോ. ഇപ്പൊ ഡോക്ടർ വന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ, ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. അവിടെ പുള്ളിക്ക് ഗുസ്തിയാണ് ഇഷ്ടം. അപ്പൊ ആൾക്ക് ഗുസ്തിയൊക്കെ ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഡോക്ടർ പറഞ്ഞിട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. അതൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ടൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ പറയാം. എന്തോരം നമുക്കിനി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് ഒന്ന് റീഫ്രഷ് ആയിട്ട് ഒന്ന് തുടങ്ങണം. വീഡിയോ ഒക്കെ ഏതൊക്കെ പോർഷനിലാണ് എടുക്കുന്നത് പോലും എനിക്ക് അറിഞ്ഞൂടെ. ഏതൊക്കെയാണ് നമ്മൾ ഏതൊക്കെ വീഡിയോയിലാണ് ഇടാൻ പോണേന്ന് പറഞ്ഞൂടാ. അതെ, അങ്ങനെ നിൽക്കുകയാണ്. ശ്രുതി ഡെലിവറിക്ക് മുന്നേ വീട്ടിൽ വെച്ച് എന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് പറയാമോ? അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്തിടുന്നു. എനിക്ക് എൻ്റെ അടുത്ത് പറയാൻ അറിയോ, ഇയാള് തൊടാൻ നിൽക്കരുതട്ടാ, എനിക്ക് ചെയ്യണം, തൊടാൻ നിൽക്കരുത്, ഇയാൾ തൊടാൻ നിൽക്കരുത്തുള്ളൂ ആയിട്ട് പറഞ്ഞൊക്കെ ഞാൻ ചെയ്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞ് ഇറങ്ങി വന്നപ്പോ ഫോണും വേണ്ട ഒന്നും വേണ്ട. എൻ്റെ ഞാൻ കണ്ടിട്ട് തന്നെ കുറെ ദിവസങ്ങളായി തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്.
അപ്പം നമ്മളിപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കൂടി കഴിച്ചിട്ട് കുറച്ച് പരിപാടികൾ ഉണ്ട് അല്ലേ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബാക്കി. എന്തായാലും വൈകുന്നേരം ആവും മിക്കവാറും വൈകിട്ടാകുമ്പോൾ ഡിസ്ചാർജ് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. കൊച്ചു ഓൾറെഡി ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ശ്രുതി ഏകദേശം അതിൻ്റെ ഘട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊന്നും ഫൈനലായിട്ട് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വൈകിട്ടിനുള്ളിൽ പോകും. എന്തായാലും പോകും. പോണേന് വീഡിയോ ഒക്കെ അടുത്തായിക്കോട്ടെ. വീട്ടിൽ ചെല്ലുമ്പോൾ കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസം നമ്മൾ ഇനിയിപ്പോൾ എപ്പോഴും ചെല്ലുന്ന പോലെ അല്ലല്ലേ. നമ്മളെ ബേബി ആയിട്ടല്ലേ പോണു. അതെ അതെ, അതൊക്കെ നമുക്ക് വേറെ നമുക്ക് കാണിച്ചു തരാം. ഇല്ല നന്ദു വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ശരി, നന്ദു അവിടെ, അതായത് ശ്രുതിയുടെ അനിയത്തി ഇവിടെയുള്ള സ്ലോവാക്കിയിലാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ആള് വീട്ടിലെത്തുമ്പോൾ സർപ്രൈസ് ആയിട്ട് ഉണ്ടാവുന്നതാണ് അവിടെ നിന്ന് അമ്മ പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല അതില്ല സർപ്രൈസ്, അതെന്തായാലും ഉണ്ടാവൂല. നമ്മുടെ ആഗ്രഹവും എല്ലാവരുടെ ആഗ്രഹം പറഞ്ഞതാണ്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും ആള്. അതെ, നന്ദുവിനിപ്പോ ബേബിനെ കാണാണ്ട് മിസ് ചെയ്തിരിക്കണം. അതെ അതെ അതെ, 24 hours വീഡിയോ കോൾ ഉണ്ടാവും ആള്. അപ്പോൾ ഇപ്പം അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക്, അടുത്ത ദിവസങ്ങളിലല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ആൾ എന്തെങ്കിലും വരികയും അല്ലേ. അതെ, വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ഫുഡ് കഴിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെ വന്നേക്കണ്ടേ, എവിടെ വന്നേക്കണ്? ഡോക്ടറെ കാണാൻ വേണ്ടി വന്നേക്കണം. നമ്മളേ ഡോക്ടറിന് ഒരു ചെറിയൊരു മധുരം കൊടുക്കാൻ വേണ്ടി വന്നേക്കണല്ലേ. നമുക്ക് ഡിസ്ചാർജൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പോവാം അല്ലേ. ഇനി ബാക്കി വീട്ടിലാണ് അംഗങ്ങൾ തുടങ്ങി കണ്ടോ. ഞങ്ങളിപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നേക്കാണ്. നമ്മുടെ ഷെർലി മാമിനെ ബേബിനെ കണ്ട് ഡോക്ടർ, എന്നാലും നമ്മൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണ്. അതെ, അത് മാത്രം, അത് നമ്മളൊരു സന്തോഷം. അപ്പം ഭയങ്കര കരച്ചിലാണ് അവൻ. കണ്ണനിപ്പോൾ എടുത്തിട്ട്, അതെ കണ്ണിനെടുത്തിട്ട് കഴിയുമ്പോൾ എനിക്കാണെങ്കിൽ ചുമയാണ്, അതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. അപ്പം മിണ്ട് സംസാരിക്കാൻ പറ്റില്ല എനിക്ക്. വന്നതിന് വെയിറ്റ് ചെയ്യാം, ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പം തന്നെ വരും തോന്നുന്നു, അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലേ വെയിറ്റ് ചെയ്യാം. മറ്റേ ഡോക്ടറെ കാണാം. കൊച്ചിനെ കുഞ്ഞിനെ കൊണ്ട് കാണിക്കാൻ ഇവൻ വയറ്റിലായിരുന്നപ്പോൾ നടന്നിരുന്ന വഴികളാണ് ഇത് മൊത്തം. അതെ, ഓരോ ഓർമ്മകളിൽ നീ അറിയണ്ടതൊക്കെ. നീ എവിടെയാണ് നടക്കണേന്ന് അയ്യണ്ടാ. ഒരു മുളക് കൊണ്ട് പോവാണ്. ഡിമാൻഡ് കരച്ചിലാണ്, ഡിമാൻഡ് കിട്ടണേ കൈ ഇടിക്കാൻ വേണ്ടി. നമുക്ക് കാണാൻ പറ്റാം. നമ്മളപ്പോൾ ഡിസ്ചാർജ് ആയി. ഇതിപ്പോൾ ഡിസ്ചാർജ് ആവണതിന് മുന്നേ ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്, ബേബിയുടെ ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വന്നേക്കുന്നതാണ്. നമുക്ക് കുറച്ച് ഫോട്ടോസ് എന്തോ കോംപ്ലിമെൻ്ററി ഫ്രീ ആയിട്ട് വന്നതും, പിന്നെ ബാക്കി നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തെടുക്കണതും. അത് എല്ലാവരും ചോദിക്കില്ലെന്ന് പറഞ്ഞു. അപ്പം അവനതിന് പക്ഷേ സമ്മതിക്കുന്നു, അറിഞ്ഞൂടാ. അതെ, അതൊന്ന് കാണിച്ചു കിട്ടും. നല്ല രസമായിട്ടാണ് അവർക്ക് എടുത്തണതൊക്കെ. അപ്പം ഓ ഗായ്സ്, അപ്പം നോക്കിയേ ശ്രുതി പോയണ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വാവയായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടാ അല്ലേ. ഒരു ലോഡ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് പോയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിന്. ഇനിയത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ടാണ് അല്ലേ. വീട്ടിൽ കാണാം. പോയാലോ നമുക്ക് ചെണ്ണപ്പി? പിന്നെ ഉറങ്ങണം, നല്ലൊരു അംഗം കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ വീഡിയോക്ക് ഇവിടെ അല്ലേ സുമോ. പോവാ അതെ. അപ്പൊ നോക്കി നമ്മള് നോക്കി ഒരു ദിവസം വെളുപ്പിന്റെ 2:30 പോയിട്ട് ഇന്ന് വന്നത് ബേബിയായിട്ട് വീട്ടിലേക്ക് വരേണ്ടതേ. സുണ്ണാപ്പിടമ്മ അതേ സുണ്ണാപ്പ് പുറകിലുണ്ട്. അത് കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇറങ്ങട്ടെ, അപ്പുറം ഇറങ്ങിയിട്ടൊക്കെ കാണാം. ഫ്ലാഷ് പിടിച്ചോ? അമ്മയോടെ പിടിച്ചേക്കണം. മുത്തിയമ്മ വിളിക്കണേ.
സത്യമ്മ കാത്തിരിക്കണായിരുന്നു, എപ്പൊ തുടങ്ങിയിരിക്കണായിരുന്നു ഉണ്ടിക്കണം വരും വരും എന്നും പറഞ്ഞിട്ട്. എടുത്തില്ലേ വിട്ടോട്ടെ. എന്താണ് കൊറേ ദിവസം എത്തിയിട്ട്, കൊറേ ദിവസമല്ല 2 ദിവസം എത്തിയിട്ട് ഒരു വ്യത്യസ്തമായ റൂമിൽ കയറ്റും അല്ലേ? എന്താണെന്ന് ഞാൻ തുറന്നിട്ടില്ലട്ടാ. തക്കുവിന്റെ അളിയന്റെയും അച്ഛന്റെ ഒക്കെ കലവിരുദ്ധാണ് നടത്തി. ആ സുജി ഓർമ്മ ലൈറ്റ് ഉണ്ടാ? ലൈറ്റും ഫാനൊക്കെ ഉണ്ട്. ഞങ്ങൾക്കറിയാം. ഇതില് വെൽക്കം ബേബി സുണ്ടാപ്പി. സുണ്ടാപ്പി എന്നാട്ടാ. അതെ കൊറച്ച് തെറ്റുണ്ടായില്ലേ? അതെ, നമ്മൾ ഒരു ദിവസം രാത്രി ഇവിടുന്ന് ഒരു 2:30 പോയി ഒരു 5 ദിവസം കഴിഞ്ഞപ്പോ നേരെ വീട്ടിലേക്ക് റൂമിൽ കയറാൻ. എങ്ങനെയാണ് കുഞ്ഞി കുഞ്ഞി ബേബിയായിട്ട് ആളെ വന്നിട്ട് വണ്ടി കയറിട്ട് പിന്നെ ഇവിടെ എത്തിയവരെ എനിട്ടില്ലട്ടാ. ആള് കണ്ണുറക്കും ഇനി പുതിയ സ്ഥലം. അപ്പൊ എല്ലാം ഇങ്ങനെ നല്ല ഭംഗിയായിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നത് ബലൂണൊക്കെ കണ്ട. ഇതൊക്കെ ഞങ്ങൾക്ക് പുതുമയുള്ള കാര്യങ്ങളാണല്ലോ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാനത് ചേട്ടൻ കൊട്ടയൊക്കെ ഇട്ട് നമ്മള് മറ്റേ കൊട്ടയില് കണ്ടേക്കണം. കൊട്ടിയാ മതി. അതാണ് നല്ല ഉറക്കത്തിലാവുമ്പോ കിടത്തി കഴിഞ്ഞാല് സുഖമായിട്ട് കിടന്നോളൂ അവിടെ. ഇപ്പൊ ഒരു കാറിൽ കേൾക്കാൻ പറ്റി. കാറൂല കുറച്ചേരം പറഞ്ഞു കഴിഞ്ഞാൽ ആള് കുറച്ചധികം സൈലന്റ് ആയിരിക്കും. നോക്കിയേ എല്ലാരും ഒക്കെ നോക്കിയിരിക്കാണ്. കൊറേ പേര് താഴെ വേണ്ടിട്ടാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നമുക്ക് കുറച്ചേരം കണ്ടാണ്.